പാലക്കാട് മൂലത്തറ റെഗുലേറ്ററിന് ഭീഷണിയുയർത്തി കുളവാഴകൾ വൻതോതിൽ അടിഞ്ഞുകൂടി. ആളിയാർ ഡാം തുറന്നതിനെ തുടർന്ന് കുത്തിയൊലിച്ചെത്തിയ കുളവാഴകൾ റെഗുലേറ്ററിൽ നിന്നുള്ള നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതാണ് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നത്. കനത്ത മഴയെ തുടർന്ന് ആളിയാർ ഡാം തുറന്നുവിട്ടതോടെയാണ് മൂലത്തറ റെഗുലേറ്ററിലേക്ക് കുളവാഴകൾ വൻതോതിൽ കുത്തിയൊലിച്ചെത്തിയത്. ഇത് റെഗുലേറ്ററിൽ നിന്നുള്ള നീരൊഴുക്കിനെ വലിയ തോതിൽ തടസ്സപ്പെടുത്തുന്നതാണ് സുരക്ഷാ ഭീഷണിക്ക് കാരണം. മൂലത്തറ റെഗുലേറ്ററിന്റെ 2 ഷട്ടറുകൾ കൂടി മാത്രമേ വെള്ളം പൂർണ്ണമായും ഒഴുകുന്നുള്ളൂ. കുളവാഴ വൻതോതിൽ തങ്ങി നിൽക്കുന്നതിനാൽ സ്പിൽവേകളിൽ കൂടി ഭാഗികമായാണ് നീരൊഴുക്കുള്ളത്. ആളിയാർ ഡാമിൽ നിന്ന് ഇപ്പോഴും വെള്ളം ഒഴുകിയെത്തുന്നതിനാൽ ഇവ നീക്കം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പക്ഷേ ഒരു 10,000 20,000 ഒന്നും വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലാതെ കണക്കില്ലാതെ ഇത് ഇളകിപ്പോയത് 1,00,000 ചില്ലാനും ക്യൂസെക്സ് വന്നപ്പോഴാണ് ഇത് ഇളകിപ്പോയത്. അപ്പോൾ അതിന് ആ കണ്ടീഷനിൽ വരാതിരുന്നാൽ മതി. അല്ലാതെ അവർ ഗ്രാജുവലായിട്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. 3 ദിവസം മുൻപാണ് കനത്ത മഴയെ തുടർന്ന് ആളിയാർ ഡാം തുറന്നത്. ആദ്യ ദിവസം സെക്കൻഡിൽ 10,000 ഘനയടി വെള്ളം ഒഴുകിയെത്തിയിരുന്നുവെങ്കിലും ഇന്നലെ മുതൽ ഡാമിൽ നിന്നുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആളിയാറിന് പുറമെ തമിഴ്നാട്ടിലെ തിരുമൂർത്തി ഡാം കൂടി തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ കൂടുതൽ വെള്ളം മൂലത്തറ റെഗുലേറ്ററിലെത്തും. കുളവാഴകൾ നീക്കം ചെയ്യാത്ത സാഹചര്യത്തിൽ ഇത് ഏറെ ആശങ്കയ്ക്ക് കാരണമാകും. പറമ്പിക്കുളം ആളിയാർ വനമേഖലയിൽ മഴ ഇനിയും തുടർന്നാൽ ഷട്ടറുകൾ കൂടുതൽ ദിവസത്തേക്ക് കൂടി തുറക്കേണ്ടി വരും. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, റിപ്പോർട്ടർ, പാലക്കാട്.